നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്ത് ഉളിയക്കോവിലിൽ വിദ്യാർത്ഥിയായ ഫെബിനെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ജീവൻ ഒടുക്കിയതിന് പിന്നിൽ പകയുടെ കാരണം പുറത്തു വരികയാണ്. ആദ്യ മണിക്കൂറുകളിൽ കൊലപാതകം നടന്നു കഴിഞ്ഞിട്ട് എന്താണ് സംഭവം എന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു പ്രതിയായിട്ടുണ്ടായിരുന്ന തേജസും ആത്മഹത്യ ചെയ്ത തേജസുമായുള്ള ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതാണ് കാരണം എന്നുള്ളത് വ്യക്തമാകുന്നത്. കൊല്ലപ്പെട്ട ഫെബിൻ ജോർജിന്റെ സഹോദരിയും പ്രതി തേജസ് രാജു മുമ്പ് പ്രണയത്തിലായിരുന്നു. വിവാഹത്തിന് രണ്ട് കുടുംബങ്ങളും ചേർന്ന് വാക്കാൽ തീരുമാനമെടുക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ട് ഉറപ്പു നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഒരു യുവതി തേജസ്സുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു പ്രണയം തേജസ് പ്രതികാരത്തിലാക്കുകയും ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. ബന്ധം തുടരണമെന്നാവശ്യപ്പെട്ട് യുവതിയെ തേജസ് ശല്യപ്പെടുത്തിയത് വീട്ടുകാരടക്കം പലപ്പോഴും വിലക്കിയിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് യുവതിയുടെ സഹോദരനെ കൊലപ്പെടുത്തി തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തേജസ് എത്തിയതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തേജസിന്റെ ആക്രമണത്തിൽ ഫെബിൻ മാത്രമാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ആ ഒരു കുടുംബത്തെ മുഴുവൻ തീർക്കാനായിട്ടായിരുന്നു, അല്ലെങ്കിൽ കൊലപ്പെടുത്തുക, ഒരു കൂട്ടക്കൊലപാതകം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു തേജസ് എത്തിയിരിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ. യുവതിയുടെ അച്ഛൻ ജോർജിനും പരിക്ക് പറ്റിയിട്ടുണ്ട്. അദ്ദേഹം ചികിത്സയിലാണ്. ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. യുവതിയെ കൊലപ്പെടുത്താൻ തേജസ് ലക്ഷ്യമിട്ടിരുന്നു എന്ന സംശയവുമുണ്ട്. കോഴിക്കോട് ഫെഡറൽ ബാങ്കിലെ ജീവനക്കാരിയാണ് ഫെബിന്റെ സഹോദരി, അതായത് തേജസ് പ്രണയിച്ചിരുന്ന പെൺകുട്ടി. പെട്രോളുമായി തേജസ് രാജ് വീട്ടിലെത്തിയത് അവിടെയുള്ള എല്ലാവരെയും കത്തിക്കാനായിരുന്നു. പക്ഷേ ഫെബിനും അച്ഛൻ ജോർജും തീർത്ത പ്രതിരോധത്തിൽ വീട് കത്തിക്കാൻ നടക്കാതെ പോവുകയായിരുന്നു. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലെ 2ാം വർഷ BCA വിദ്യാർത്ഥിയാണ് ഫെബിൻ ജോർജ്. നീണ്ടകര സ്വദേശിയാണ് തേജസ് രാജു. രണ്ടുപേർക്കും 22-23 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. കഴിഞ്ഞ ദിവസം ഏകദേശം സന്ധ്യയ്ക്ക് 6:38 തേജസ് രാജു ആദ്യം ഫെബിൻ വീടിന്റെ മുന്നിൽ എത്തുന്നത്. കാറിലാണ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു റോഡിൽ നിറയെ ആളുകൾ ഉണ്ടായതിനാൽ തന്നെ അപ്പോൾ അവിടെ നിന്ന് മടങ്ങി. പിന്നീട് അവിടെ നിന്ന് മടങ്ങി അവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്നതിന് ശേഷം 6:45 കാർ വീണ്ടും ഫെബിന്റെ വീട്ടിൽ നിന്നും ഏകദേശം 100 മീറ്റർ അപ്പുറം എത്തി. കാറിൽ നിന്ന് വീട്ടിലേക്ക് തേജസ് രാജു നടന്നു. അതായത് കുറച്ച് കറക്റ്റ് വീടിന്റെ ഫ്രണ്ടിലല്ല കാർ നിർത്തിയത്, ഏകദേശം ഒരു 100 മീറ്റർ അപ്പുറത്താണ് കാർ നിർത്തിയത്. ആ ഒരു സമയത്ത് രണ്ടാമത് അവിടേക്ക് വരുമ്പോൾ അവിടെ അപ്പോൾ ആളുകളില്ലായിരുന്നു. ആളുകൾ പോകുവാനായിട്ട് തേജസ് അവിടെ കാത്തു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമതും വന്നത്. വീണ്ടും അവിടെ എത്തി സംസാരം ആയി, തർക്കമായി. ഒടുവിലാണ് 7:05 ഫെബിൻ ഈ ഒരു വീട്ടിൽ നിന്ന് കുത്തേറ്റിട്ട് പുറത്തേക്ക് ഓടി വരുന്നത്. ഈ വീടിന് പുറത്തേക്കുള്ള ഒരു വഴിയിലേക്കാണ് ഇറങ്ങി ഓടി ഫെബിൻ നിലവിളിച്ച് ഇറങ്ങി ഓടി അവിടേക്ക് എത്തുന്നത്. ആ സമയത്ത് തന്നെ തേജസും പിന്നാലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കാറിൽ വന്ന് കാറിൽ കയറുകയായിരുന്നു. അമിത വേഗത്തിൽ മുന്നോട്ട് എടുക്കുന്നതിനിടയിൽ കാർ സമീപത്തെ വൈദ്യുതി തൂണിൽ ഇടിച്ചു. ഈ ഒരു സമയത്ത് ഫെബിൻ പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ സമീപത്തുള്ള ആളുകളെല്ലാം തന്നെ ഓടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴും ഈ ഒരു തേജസ് ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതായത് കാറിൽ ഓടി കയറുകയും അവിടെ നിന്ന് പോവുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഫെബിന്റെ അടുത്തേക്ക് എത്താനുള്ള ഒരു തിരക്കായിരുന്നു. ഈ ഒരു സമയത്ത് തേജസിനെ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് കാറിൽ ആദ്യം തേജസ് രക്ഷപ്പെട്ടത്. വീണ്ടും പിന്നോട്ട് എടുത്ത കാറ് കട്ടപ്പാക്കട ഭാഗത്തേക്കാണ് സഞ്ചരിച്ചത്. 7:15 ചെമ്മാമുക്ക് ROBക്ക് താഴെ കാറെത്തി. 7:30 ട്രാക്കിന് സമീപം കാത്തുനിന്ന തേജസ് രാജു അവിടെ കൂടെ കടന്നു പോവുകയായിരുന്നു. ട്രെയിനിന് മുന്നിൽ ജീവനൊടുക്കുകയായിരുന്നു. അതിന് മുൻപ് കൈഞ്ഞരമ്പ് മുറിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ പഠനത്തിലടക്കം മിടുക്കനായിരുന്നു കൊല്ലപ്പെട്ട ഫെബിൻ തോമസ്. നാട്ടിൽ കാര്യമായ സൗഹൃദങ്ങളില്ലായിരുന്നു. ഒരു കോളേജിലെ തർക്കമായിരിക്കാം ഒരുപക്ഷെ കൊലപാതകത്തിന്റെ കാരണമെന്നൊക്കെയാണ് ആദ്യം പ്രചരിച്ചത്. ഫെബിനുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും പക്ഷേ ഉണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു സംശയം. പിന്നീടാണ് കുടുംബത്തെ ഒന്നാകെ തീർക്കാനാണ് യുവാവ് എത്തിയതെന്ന വിവരം പുറത്തു വന്നത്. പർദ്ദ ധരിച്ച് ഫെബിന്റെ വീട്ടിലെത്തിയ തേജസ് ആദ്യം കോളിംഗ് ബെല്ലടിച്ചു. ഫെബിന്റെ അച്ഛനാണ് വാതിൽ തുറന്നത്. അദ്ദേഹത്തെ ആക്രമിച്ച പ്രതി ശബ്ദം കേട്ട് ഓടിയെത്തിയ ഫെബിനെ കുത്തിവീഴ്ത്തുകയായിരുന്നു. തേജസിന്റെ കയ്യിൽ പെട്രോൾ ഉണ്ടായിരുന്നു. ഇത് വീട്ടിലേക്ക് ഒഴിക്കാനും ഇയാൾ ശ്രമിച്ചു. പക്ഷേ തീ കത്തിക്കാനായില്ല. കാരണം ഇവർ രണ്ടുപേരും അപ്പോൾ ആ സമയമൊക്കെ തന്നെ പ്രതിരോധിക്കുകയായിരുന്നു. കുത്തേറ്റ് പിടഞ്ഞ ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. ഫെബിനും അമ്മയും അച്ഛനുമാണ് ഉളിയക്കോവിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. സഹോദരി കോഴിക്കോട് ഫെഡറൽ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. ഫെബിനെ പച്ചയ്ക്ക് കത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ ഈ ഒരു
പ്ലാൻ ബി കയ്യിലുണ്ടായിരുന്നു. കാരണം ഇത് പാളിയാൽ തന്നെ മറ്റൊരു വിധത്തിൽ കൊല്ലാനുള്ള കാര്യങ്ങളും, അതായത് അതിനു വേണ്ടിയിട്ടാണ് ഈ പെട്രോൾ അടക്കം കയ്യിൽ കരുതിയിരുന്നത്. ഇതുകൊണ്ടാണ് പെട്രോളും കത്തിയുമായി തേജസ് വീട്ടിലേക്ക് വന്നത്. കൊലപാതകത്തിന് ശേഷം കത്തി ഉപയോഗിച്ച തേജസ് കാറിൽ കയറി പ്രദേശത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടാണ് 3 കിലോമീറ്റർ മാത്രം അകലെ ചെമാൻമുക്ക് റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ വാഹനം നിർത്തിയ ശേഷം കൈഞ്ഞരമ്പ് മുറിച്ച് അതുവഴി താഴേക്ക് ഇറങ്ങി ഉടനെ ഇതുവഴി വന്ന ട്രെയിനിന് മുന്നിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. കാറിൽ രക്തം പടർന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കാറിന്റെ പുറവശത്തും ഡോറിന്റെ സൈഡിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ രക്തം പടർന്നിട്ടുണ്ട്. പ്രതി തേജസ് കൊല്ലം ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഗ്രേഡ് SIയുടെ മകനാണ്. ഫെബിന്റെ സഹോദരിയുടെ സഹപാഠിയായിരുന്നു തേജസ്. ഇവിടെ വെച്ചാണ് ഇരുവരും സൗഹൃദം തുടങ്ങിയത്. ഫെബിന്റെ നെഞ്ചത്തും വാരിയെല്ലിനും കഴുത്തിനും തേജസ് കുത്തിയിട്ടുണ്ട്. ഫെബിൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഫെബിനെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഫെബിൻ BCom 2ാം വർഷ വിദ്യാർത്ഥിയാണ്. പാർട്ട് ടൈമായി സൊമാറ്റോ ഡെലിവറി ഏജന്റായും ജോലി ചെയ്യുന്നുണ്ട്. ഫെബിനെയും പിതാവിനെയും കുത്തിയ ശേഷം തേജസ് വീടിന്റെ മതിൽ ചാടിക്കടന്ന് തന്റെ കാർ എടുത്ത് കടപ്പാക്കട റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തുകയായിരുന്നു. ആ സമയത്ത് വന്ന ട്രെയിനിന് മുന്നിലാണ് ചാടി മരിച്ചത്. ഈ ഒരു ഫെബിന്റെ വീട്ടിൽ മുൻപും തേജസ് വന്നിട്ടുണ്ട്. ഫെബിന്റെ വീടിനടുത്ത് ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അതിന്റെ ബഹളത്തിലും സന്തോഷത്തിലുമായിരുന്നു ഉള്ള നാട്ടുകാരൊക്കെ തന്നെ. ഇതിനിടെയാണ് തേജസിന്റെ ക്രൂരത നാടിനെ നടുക്കിയത്. യുവതിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടിയിരുന്നു. ഇതിനുശേഷമാണ് തന്നെ ഒഴിവാക്കിയതെന്ന ചിന്തയാണ് തേജസിനെ പിന്നീട് അതൊരു പകയായി മാറിയത്. പോലീസിൽ ജോലി കിട്ടാനുള്ള സാധ്യത തേജസിന് മുന്നിൽ ഉണ്ടായിരുന്നു. തേജസിന്റെ അച്ഛനും ഗ്രേഡ് SI ആയിരുന്നു. PSC പരീക്ഷ എഴുതുകയും പോലീസ് ആവുക എന്ന ആഗ്രഹവുമായി തേജസ് മുൻപോട്ട് പോയി. ശാരീരിക ക്ഷമത പരിശോധനയ്ക്ക് അടുത്തുവരെ കാര്യങ്ങളെത്തി. ഇതിനിടെയാണ് പ്രണയം തകർന്നത്. ഇതോടെ തേജസ് നിരാശനായി. പിന്നീട് ആ ജോലിക്ക് വേണ്ടി പോലും ചെയ്തില്ല. പലപ്പോഴും വളരെ മാനസിക നില തകർന്ന മകനെ കണ്ടപ്പോഴെല്ലാം തന്നെ മാതാപിതാക്കൾ കൗൺസിലിങ്ങിനടക്കം വിധേയമാക്കിയിരുന്നു എന്നാണ് പറയാൻ സാധിച്ചത്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന്, അല്ലെങ്കിൽ പ്രണയം തകർന്ന നിരാശയും പകയിൽ നിന്ന് തേജസ് ഒട്ടും മാറിയില്ല. ഒടുവിൽ ഇതുപോലൊരു കൊലപാതകത്തിലേക്കും പിന്നീട് ആത്മഹത്യയിലേക്കും എത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയെയും ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇനി യുവതിയെ കൊല്ലാൻ വേണ്ടിയാണോ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതും പരിശോധിച്ചു വരികയാണ്. പലപ്പോഴായിട്ട് ഈ ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ട് യുവതിയെ തേജസ് പതിവായി ശല്യം ചെയ്തിരുന്നു. സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ തന്നെ ഇത് നേരിട്ട് ഇടപെട്ട് വിലക്കുകയായിരുന്നു. ഇതൊക്കെ തന്നെയാണ് വൈരാഗ്യമായി കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു. പലപ്പോഴും യുവതിയുടെ വീട്ടിലെത്തി തേജസ് പ്രശ്നമുണ്ടാക്കിയിരുന്നതായി വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ പലപ്പോഴും തേജസ് ഇവിടെ വന്നപ്പോൾ നാട്ടുകാർക്ക് പരിചയമുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കൊലപ്പെടുത്താനായിട്ട് വന്നപ്പോൾ പർദ്ദ ധരിച്ചുകൊണ്ട് എത്തിയത്. തന്റെ പ്രണയത്തെ തകർക്കാൻ വീട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് തേജസ് ധരിച്ചു വെച്ചിരുന്നു. ഇതായിരുന്നു ആ വീട്ടിലേക്ക് തന്ത്രപരമായി തേജസ് എത്താനുള്ള ഒരു കാരണം. യുവതിയെയും കൊലപ്പെടുത്താൻ പ്രതി ശ്രമിച്ചിരുന്നോ എന്ന് സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു സംഭവം അറിഞ്ഞതിന് പിന്നാലെ തന്നെ പ്രതികരിച്ചുകൊണ്ട് ഫാത്തിമ മാതാ കോളേജിലെ BCA വിഭാഗം മേധാവി നീത രംഗത്തെത്തിയിട്ടുണ്ട്. അതായത് ഈ കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന കുട്ടിയായിരുന്നുവെന്ന് അധ്യാപിക പറഞ്ഞു. ഫെബിൻ ഇതുവരെ ക്ലാസ്സിലോ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയതായി അറിയില്ല. നല്ല രീതിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ എന്നും അധ്യാപിക പറഞ്ഞു. തിങ്കളാഴ്ച വൈകിട്ട് 6:48 വെളുത്ത കാറിൽ ഫെബിന്റെ വീട്ടിൽ തേജസ് എത്തിയത്. കയ്യിൽ കത്തി കരുതിയിരുന്ന തേജസ് പർദ്ദ ധരിച്ച ശേഷം വീട്ടുമുറ്റത്തേക്ക് കയറുകയായിരുന്നു. 2 കുപ്പി പെട്രോളും തേജസ് കയ്യിൽ കരുതിയിരുന്നു. 21 വയസ്സ് മാത്രമാണ് ഈ ഒരു കൊല്ലപ്പെട്ട ഫെബിന്റെ പ്രായം. 24 വയസ്സുകാരനാണ് ഈ ഒരു തേജസിന്റെ പ്രായം. ഇനിയും മറ്റെന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ, ഇതുവരെ വന്നിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ്. ഇനിയും കൊലപാതകത്തിന് മറ്റെന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒന്നും പോലീസ് ഇതുവരെയായിട്ട് ഒരു സ്ഥിരീകരണം പറഞ്ഞിട്ടില്ല. എല്ലാ വശങ്ങളും പോലീസ് പരിശോധിച്ചു വരികയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ലഹരിക്ക് അടിമയായി സ്വന്തം അച്ഛനെയും അമ്മയും സഹോദരിയൊക്കെ തന്നെ കൊലപ്പെടുത്തുന്ന ഒരു കാരണമാണ്. വ്യക്തിപരമായ തർക്കമായിരിക്കാം ദാരുണ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസും അനുമാനിക്കുന്നത്. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധമുണ്ടെന്നാണ് വിവരം. തേജസ് രാജ് നേരത്തെയും ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളതായിട്ടാണ് വിവരം. ഏതായാലും കഷ്ടിച്ച് മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ള ആളുകൾ രക്ഷപ്പെട്ടത്. ഒരുപക്ഷെ ഫെബിൻ ആ സമയത്ത് പുറത്തേക്ക് ഓടിയില്ലായിരുന്നെങ്കിൽ ആ വീട്ടിൽ ഒരു കൂട്ട കൊലപാതകം തന്നെ നടക്കാനുള്ള സാധ്യതയും ഉണ്ടായിരുന്നു. കാരണം മറ്റുള്ള പെട്രോളും കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതി തന്നെയാണ് ഫെബിൻ ആ വീട്ടിലേക്ക് എത്തിയത്. ഏതായാലും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചു വരികയാണ്.